നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലേ, ഇനി അവിടെ എന്ത് നടക്കണമെന്ന് ഈ ചെട്ടിയാർ തീരുമാനിക്കും. ഹലോ വിശ്വനാഥ, ചെട്ടിയാരാടാ, രഘുരാമ ചെട്ടിയാർ. ഞാൻ പണി തുടങ്ങി കഴിഞ്ഞൂടാ. സിന്ധു വധക്കേസിൽ നിന്റെ അനുജൻ അജയ് ഘോഷിനെ പോലീസ് പൊക്കി. അല്ല, ഞാൻ പൊക്കിച്ചു. നിന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു വിശ്വനാഥ. ചെട്ടിയാർ എന്തും പറഞ്ഞിട്ടേ ചെയ്യൂ. നിനക്ക് തന്ന എല്ലാ ഇളവുകളും അവസാനിച്ചു കഴിഞ്ഞു. നിന്നെപ്പോലെ ചെയ്യും എന്ന് പറഞ്ഞല്ല എനിക്ക് ശീലം. ചെയ്ത് കാണിച്ച നീ പോലും അറിയാതെ നിന്റെ കാൽ കീഴിലെ മണ്ണടർന്നു തുടങ്ങി. ഇനി നിന്റെ അന്ത്യം കണ്ടിട്ട് ഞാൻ വിശ്രമിക്കൂ. നിനക്ക് ചെയ്യാവുന്നത് നീ ചെയ്യ. വിശ്വേട്ടനൊന്ന് നിന്നേ. എന്താ? എത്ര കാലം നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കും? മനസ്സിലായില്ല. ഈ വീട്ടിലെ ഒരു പെണ്ണ ചെയ്യാത്ത തെറ്റിനകത്ത് കിടക്കുന്നത്. അവളെ പുറത്തിറക്കുന്നതിനെ പറ്റി വിശ്വേട്ടൻ എന്തേലും ചിന്തയുണ്ടോ? ഞാൻ എന്തിനു ചിന്തിക്കണം? അവളെപ്പറ്റി ചിന്തിക്കാൻ ഈ നാട്ടിലെ പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവൾ അകത്ത് കിടക്കുന്നത്. അവരുടെ ചിന്ത തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കും അറിയാം, വിശ്വേട്ടനും അറിയാം. നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഇവിടെ നടക്കുന്നതൊന്നും എനിക്കറിയില്ല, അറിയേം വേണ്ട. അനുജനെ രക്ഷിക്കാനാവും ഈ പൊട്ടൻകളിയല്ലേ? പക്ഷെ വിശ്വേട്ടനല്ല, ആര് വിചാരിച്ചാലും അവനെ രക്ഷിക്കാൻ കഴിയില്ല. അത്രയ്ക്കുണ്ട് അവനെതിരെയുള്ള തെളിവുകൾ. എന്ത് തെളിവുകൾ? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും നാവ് കൊണ്ട് പറഞ്ഞാൽ അതൊക്കെ തെളിവാകുമോ? ആരെങ്കിലും പറഞ്ഞാലാവില്ല, പക്ഷേ മൈഥിലി പറഞ്ഞാലാവും. അവളാണല്ലോ ആ കൊലപാതകത്തിന്റെ ഏക സാക്ഷി. എന്നാ പിന്നെ അവളോട് പറയാൻ പറ. നീ എന്തിനാ എന്നോട് പറയുന്നത്? ആദർശവാനാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം വീരവാദം മുഴക്കുന്നത് കേട്ടതുകൊണ്ട്, ചന്ദ്രനെ പോലീസ് പിടിച്ചപ്പോഴും ആതിരയുടെ ജന്മരഹസ്യം പറയേണ്ടി വന്നപ്പോഴും നീതിയും ന്യായവും കൂട്ടുപിടിക്കുന്നത് കണ്ട് ചിരിച്ചു പോയതുകൊണ്ട്. നിർത്തടി നിന്റെ പരിഹാസം. പരിഹസിച്ചതല്ല, സഹതപിച്ചതാ ഞാൻ. അല്പമെങ്കിലും ഈ മനസ്സില് നന്മയുടെ കണുക ബാക്കിയുണ്ടോന്ന് പരീക്ഷിച്ചതാ. അങ്ങനെയൊന്നുമില്ലാന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനി എന്താ വേണ്ടത്? ഞാൻ അത്യാവശ്യമായിട്ട് ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാ. വഴി മാറി നിൽക്കേ. വഴി മാറാം, പക്ഷെ വഴി മുടക്കുന്നവരെ വെട്ടിമാറ്റിയ ശേഷമാവും ആ മാറൽ. മനസ്സിലായില്ല. ആര് തടസ്സം നിന്നാലും മൈഥിലിയെ ഞങ്ങൾ പുറത്തിറക്കും. സത്യം തെളിയിക്കും. യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യും. പിന്നെ നീ ആരെയാടി മൂപ്പിക്കുന്നത്? എന്റെ മുൻ ഭർത്താവിന്, മാണിക്യമംഗലത്തെ വിശ്വനാഥന്. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ചെയ്യൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തിരിക്കും. ആരാടാവോ ഈ ഞങ്ങള്?
മാണിക്യമംഗലത്തെ പെണ്ണുങ്ങൾ ഒന്നും രണ്ടും അല്ല, 1500 കോടിയാ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് മുഴുവൻ വാരി എറിഞ്ഞിട്ടാണെങ്കിലും മൈഥിലിയുടെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും. വാരി അറിയാമല്ലോ നിനക്കൊക്കെ. മേലനങ്ങിയ കാശൊന്നും അല്ലല്ലോ, നിന്റെയൊക്കെ തന്തമാര് സമ്പാദിച്ചൊന്നുമല്ലല്ലോ. നഷ്ടം വിശ്വനാഥന് മാത്രമാണല്ലോ. വാഴിക്കില്ല ഒന്നിനെ ഞാൻ, അനുഭവിക്കാൻ ബാക്കി വയ്ക്കില്ല ഞാൻ. മൈഥിലി പോയതുപോലെ ജയിലിലേക്കാവില്ല നിന്നെയൊന്നും ഞാൻ വിടുന്നത്, പരലോകത്തേക്കാ. കലണ്ടറിൽ കോളം വെട്ടി തീയതി എണ്ണി കാത്തിരുന്നോ? നടക്കടി. ചേച്ചി കരയല്ലേ ചേച്ചി, ഞാൻ വന്നില്ലേ. അറിയാലോ, എന്റെ ഓൺ റിസ്കിലാ ഞാൻ മൈഥിലിയെ പറഞ്ഞു വിടുന്നത്. സാധാരണ ഇതേപോലൊരു കേസില് സ്റ്റേഷൻ ജാമ്യം പോലും കൊടുക്കാൻ പാടില്ലാത്തതാ. പിന്നെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കേട്ടപ്പോ ഇവര് നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നാലും മനസ്സറിയാതെ ഈ ക്രൈമിന് കൂട്ടുനിൽക്കേണ്ടി വന്നതുകൊണ്ട് മൈഥിലിയെ കേസിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും കഴിയില്ല. സാരമില്ല, FIR-ൽ മാപ്പ് സാക്ഷിയായിട്ട് ഉൾപ്പെടുത്താനുള്ള നടപടികൾ പരമാവധി ഞാൻ ചെയ്യാം. എന്നാലും സ്റ്റേഷൻ അതിർത്തി വിട്ട് തൽക്കാലം മൈഥിലി എങ്ങോട്ടും പോകാൻ പാടില്ല. അതിന്റെ റിസ്ക് ജനനിക്കാണ്. അറിയാം മാഡം. എന്നാ പൊക്കോ. താങ്ക് യു മാഡം. വെൽക്കം. വാ. ഹലോ, ഓ അത് ശരി. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയായിരുന്നല്ലേ? യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്തി എന്നെ ചതിച്ചത് നീയായിരുന്നല്ലേ? നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ചേച്ചി ഒന്നും കാര്യമാക്കണ്ട. അണയാൻ പോകുന്ന അഗ്നിയുടെ ആളിക്കത്തല. ചേച്ചി വാ.
ആ കൊണ്ടുവന്ന കൊലപാതകിയെ നോക്കണ്ട, ഇത് ഞാൻ തന്നെയാ. നീ നിന്റെ ഏട്ടനും കൂടെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ വാങ്ങിത്തന്ന് അങ്ങ് കാഞ്ഞങ്ങാട്ടേക്ക് കെട്ടുകെട്ടിച്ച അതേയാൾ. ഞാൻ തിരിച്ചു വന്നത് കൃത്യസമയത്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.